ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാന്യനായ അധ്യക്ഷൻ, നമ്മുടെ വാർഡിലെ മെമ്പറും മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റുമായിട്ടുള്ള മുസ്തഫ മാഷ്, സ്വാഗതം പറഞ്ഞ CT അഷ്റഫ്, പ്രിയപ്പെട്ട നമ്മുടെ പഞ്ചായത്തിലെ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് റഷീദ് മാഷ്, ജനറൽ സെക്രട്ടറി അഫ്സൽ, നിയോജകമണ്ഡലം മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരായിട്ടുള്ള സക്കീർ മാഷ്, പ്രിയപ്പെട്ട മാബുട്ടി, MSFിൻ്റെ നേതാക്കന്മാരായിട്ടുള്ള ബഹുമാന്യനായ നമ്മുടെ അൻസാർ, അതുപോലെ തന്നെ അഫീഫ്, അതിനാണ്, അതുപോലെ തന്നെ ഇവിടെ നമ്മളിന്ന് പാതിരിച്ച പ്രിയപ്പെട്ട നമ്മുടെ കബീർ, അതുപോലെ തന്നെ അഷ്റഫ്, ബഹുമാന്യനായ നമ്മുടെ ബാങ്കിൻ്റെ പ്രസിഡന്റ് മാഷ്, പ്രിയപ്പെട്ട സയ്യിദ് ആലിംഗൽ, സക്കീർ, നമ്മുടെ കാരണവർ പ്രിയപ്പെട്ട അൻസാരി, അതുപോലെ ഇവിടെ സന്നിഹിതരായിട്ടുള്ള യൂത്ത് ലീഗിൻ്റെ പ്രതിനിധി പ്രിയപ്പെട്ട ജാഫർ തുടങ്ങി എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും വനിതാ ലീഗിൻ്റെ നേതാവുമായിട്ടുള്ള പ്രവീണ ഹബീബ്, സീനത്ത്, പ്രിയപ്പെട്ട സഹോദരിമാരെ, സുഹൃത്തുക്കളെ, ഇങ്ങനെ ഒരു ചടങ്ങ് ഇവിടെ സംഘടിപ്പിച്ച പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയെയും അതുപോലെ തന്നെ നമ്മുടെ വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റിയെയും അതിൽ പങ്കെടുത്ത നിയോജകമണ്ഡലം പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നമ്മുടെ നേതാക്കന്മാരെയും എൻ്റെ ഹൃദയത്തിൽ തൊട്ടുള്ള നന്ദി അറിയിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കിട്ടിയ ഒരു അനുമോദന ചടങ്ങ് എന്ന് പറയുന്നത് മുതലക്കുളത്തിന് വലിയ 10,000 സംബന്ധിച്ചുകൊണ്ട് അവിടെ ഒരു പരിപാടി നടത്തിയാൽ കിട്ടുന്നതിനേക്കാൾ വലിയ ഒരു സംതൃപ്തിയും ആഹ്ലാദവുമാണ് തരുന്നത്. കാരണം അവനവൻ്റെ നാട്ടിൽ അവനവൻ്റെ കാരണവന്മാരും അതുപോലെ തന്നെ സുഹൃത്തുക്കളും അതുപോലെ തന്നെ അയൽവാസികളും സഹപ്രവർത്തകരായി നമ്മുടെ സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്നവരെല്ലാവരും കൂടി നൽകുന്ന ഒരു അംഗീകാരത്തിന് അതിൻ്റേതായിട്ടുള്ള ഒരു മേന്മയുണ്ട്. അതൊരു ഹൃദയസ്പൃക്കായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കടപ്പെട്ടവനാണ് എന്നുള്ളത് ഇവിടെ സൂചിപ്പിക്കുകയാണ്. ഈ പാർട്ടിയിൽ എനിക്ക് കിട്ടിയ സ്ഥാനമാനങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ മരുതനക്കും അതുപോലെ തന്നെ താഴെക്കൂടിനും ഒക്കെ കിട്ടിയ ഒരു അംഗീകാരമാണ്. ഞാൻ അതിനൊരു നിമിത്തമായി എന്ന് മാത്രമേ ഉള്ളൂ. എനിക്ക് നിങ്ങൾ അവസരം നൽകിയപ്പോൾ ആ അവസരങ്ങളൊക്കെ തന്നെ നമ്മുടെ പാർട്ടിക്കോ അതല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്തിനോ എന്നിൽ അർപ്പിതമായിട്ടുള്ള എൻ്റെ കടമകൾ നിർവഹിക്കുന്ന കാര്യത്തിൽ ഏതെങ്കിലും ചീത്തപ്പേരിനോ ഇടം നൽകാത്ത രീതിയിൽ വളരെ ഏറെക്കുറെ തൃപ്തികരമായ രീതിയിൽ പൂർത്തിയാക്കാൻ വേണ്ടി എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞത് എല്ലാവരും എൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാണ്. ഈ 19-ാം വാർഡിൽ നിന്ന് അല്ലെങ്കിൽ പഴയ മരുതല എന്ന് പറയുന്നത് പണ്ടത്തെ 3-ാം വാർഡാണെങ്കിലും അതിന് ശേഷം ഉണ്ടായ വാർഡാണെങ്കിലും ഒക്കെ തന്നെ ഇവിടുന്ന് എനിക്ക് കിട്ടുന്ന അംഗീകാരമാണ് എന്നെ താഴെക്കോട് പഞ്ചായത്തിൽ ശ്രദ്ധിക്കാൻ കാരണമാകുന്നത്. താഴെക്കോട് പഞ്ചായത്തിൽ എനിക്ക് കിട്ടുന്ന അംഗീകാരമാണ് നിയോജകമണ്ഡലത്തിൽ എന്നെ ശ്രദ്ധിക്കാൻ എന്നെപ്പോലെയുള്ള നമ്മുടെ മറ്റ് നേതാക്കന്മാർക്കൊക്കെ ഒരു അംഗീകാരമായിട്ട് അതിന് നിമിത്തമാകുന്നത്. അപ്പോൾ നാട്ടിൽ നിന്ന് കിട്ടുന്ന ഒരു അംഗീകാരം, ഇവിടെ നിങ്ങൾക്കറിയാം നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത രൂപത്തിൽ നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് നമ്മുടെ തന്നെ ഭാഗങ്ങളായിട്ടുള്ള, ചിലപ്പോൾ നമ്മുടെ ചോരയായിരിക്കാം, അതല്ലെങ്കിൽ അതുപോലെ നമുക്ക് പ്രധാനപ്പെട്ട ആളുകളുമായി സന്ധിയില്ലാത്ത സമരം നടത്തിക്കൊണ്ടാണ് വിട്ടുവീഴ്ചയില്ലാതെ നമ്മുടെ പാർട്ടിയുടെ അന്തസ്സും യശസ്സും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മളിവിടെ പോരാടുന്നത്. അവിടെ നമുക്ക് നമ്മുടെ പാർട്ടിയാണ് നമ്മുടെ ചങ്കില ചോര എന്ന് പറയുന്നത്. നമ്മുടെ രക്തബന്ധങ്ങൾക്ക് അവിടെ അതിൻ്റേതായിട്ടുള്ള 2ാം സ്ഥാനമേ എത്തുള്ളൂ. പാർട്ടിക്ക് പാർട്ടിയുടേതായിട്ടുള്ള പരിഗണന കൊടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു പരിഗണന നമുക്ക് തിരിച്ച് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം. അപ്പോൾ അവിടെ ഞാനൊരു നിമിത്തമായി, ആ നിമിത്തമാകാൻ കാരണം ഇവിടെ നമ്മുടെ പാർട്ടിക്ക് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന അടിത്തറയാണ്. ആ അടിത്തറ ഇല്ലെങ്കിൽ ഞാനില്ല, ആ അടിത്തറ ഇല്ലെങ്കിൽ പാർട്ടി ഇല്ല, ആ അടിത്തറ ഇല്ലെങ്കിൽ ഈ മേൽവിലാസവും അഡ്രസ്സും ഒന്നുമില്ല. അപ്പോൾ താഴെക്കോട് പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതികൂലമായ രാഷ്ട്രീയ കാലാവസ്ഥയും ഒക്കെ ഉണ്ടാകുമ്പോഴും ഈ ഒരു മരുതല എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ വിട്ടുവീഴ്ച ഇല്ലാതെ നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങൾ അത് ഏത് പ്രതിസന്ധിയെ മറികടന്നിട്ടാണെങ്കിലും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഒരു അംഗീകാരം. അത് ഇന്ന് എനിക്കാണെങ്കിൽ നാളെ എനിക്ക് പിന്നാലെ വരുന്ന ഒരാൾക്ക് കിട്ടും. ഇപ്പോൾ ഇവിടെ അഷ്റഫ് ഉണ്ട്, അതുപോലെ തന്നെ ഇപ്പോൾ മുസ്തഫ മാഷ് നമ്മുടെ പുതിയ മെമ്പറായി വന്നു, ഇപ്പോൾ യൂത്ത് ലീഗിൻ്റെ നേതാവായി നമ്മുടെ ജാഫർ വരുന്നുണ്ട്. അങ്ങനെ ആരൊക്കെയുണ്ടോ? ഇപ്പോൾ KMCCയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ന് സക്കീറും തന്നെ മരുതലക്കാരൻ എന്നുള്ള നിലക്കുള്ള അന്തസ്സാർന്നൊരു അംഗീകാരം നമ്മുടെ KMCCക്കാർ കൊടുക്കുന്നുണ്ട്. അതുപോലെ പേര് പറയാൻ പറ്റുന്നവരും അല്ലാത്തവരുമായിട്ടുള്ള കുറേ ആളുകൾ, അവരിൽ ആരാണോ ഇനി ഈ ഒരു ദൗത്യം ഏറ്റെടുക്കാൻ വേണ്ടി
എല്ലാ അർത്ഥത്തിലും മുന്നോട്ട് വരുന്നതെങ്കിൽ അവർക്ക് നമുക്കൊരു അംഗീകാരം കൊടുക്കാം. ആ നമ്മൾ കൊടുക്കുന്ന അംഗീകാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിൽ ഒരു അംഗീകാരം കിട്ടും. അങ്ങനെ വരുമ്പോൾ അവരൊക്കെ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ ശ്രദ്ധിക്കപ്പെടുമ്പോൾ അതേതെങ്കിലും ഒരു വ്യക്തിക്ക് കിട്ടുന്ന ഒരു അംഗീകാരമായിട്ടോ മേൽവിലാസമായിട്ടോ നമ്മൾ കാണേണ്ടതില്ല. ഇവിടെ പറഞ്ഞല്ലോ, എനിക്ക് കിട്ടിയ അവസരങ്ങളൊക്കെ തന്നെ നമ്മുടെ പാർട്ടിക്കൊരു മേൽവിലാസം ഉണ്ടാക്കിയെടുക്കാൻ, ഞാൻ വളർന്നതോടൊപ്പം തന്നെ നമ്മുടെ പാർട്ടിക്കും അതിൻ്റേതായിട്ടുള്ള ഒരു മികവ് ഉണ്ടാക്കിയെടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അറിഞ്ഞോ അറിയാതെയോ അതിൻ്റെ ഫലം നമ്മുടെ നാട്ടുകാർക്കൊക്കെ തന്നെ. എന്നാൽ ഇവിടെ 24 മണിക്കൂറും ഈ മരുതലയിൽ കടന്നു കറങ്ങുന്ന ഒരു രാഷ്ട്രീയക്കാരനായിട്ടുള്ള ഒരു മുഖം എനിക്ക് ഇന്ന് വരെ കിട്ടിയിട്ടില്ല. ഒരുപക്ഷെ ഞാൻ വന്നതിന് ശേഷം വന്ന എന്നേക്കാൾ രാഷ്ട്രീയമായിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് ജൂനിയർ ആയിട്ടുള്ള മുസ്തഫ മാഷുക്ക് അങ്ങനെ ഒരു മുഖമുണ്ട്. അത് മുസ്തഫ മാഷും ഞാനും തുടങ്ങി വെച്ച രാഷ്ട്രീയ പ്രവർത്തന ശൈലിയുടെ വ്യത്യാസമാണ്. മുസ്തഫ മാഷ് എന്തെങ്കിലും പ്രശ്നം വന്നാൽ മുസ്തഫ മാഷ് പെട്ടെന്ന് വിളിക്കണം എന്ന് നമുക്ക് തോന്നും. ആ മുസ്തഫ മാഷിനെയും അഷ്റഫിനെയും മെയ്തുവാജിയെയും മുസ്തഫാനെയും ഒക്കെ വിളിച്ച് കളത്തിൽ മുസ്തഫാനെയൊക്കെ വിളിക്കണം എന്ന് തോന്നുന്നത് കഴിഞ്ഞിട്ട് പിന്നീട് ചിലപ്പോൾ എൻ്റെ പേര് ഓർമ്മ വരിക. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് വിളിപ്പുറത്തുള്ള ആളും എപ്പോഴും ഉതകുന്ന ആളും എന്ന് പറയുന്നത് ഈ പറഞ്ഞ ആൾക്കാരാണ്. അവരുടെ ആ ഒരു കൂട്ടത്തിൽ എന്താണെങ്കിൽ ഞാൻ നടത്തുന്ന ലോക്കൽ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് വട്ടപൂജ്യമാണ്. എന്നാൽ എനിക്ക് പാർട്ടി ഏൽപ്പിച്ചു തന്നിരുന്ന ദൗത്യം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ പെരിന്തൽമണ്ണക്കപ്പുറമായിരിക്കാം. ചില കാലങ്ങളിൽ എനിക്ക് ഷൊർണൂർ പാലത്തിന് അപ്പുറത്തുള്ള ദൗത്യങ്ങളാണ് പാർട്ടി ഏൽപ്പിച്ചു തന്നിട്ടുള്ളത്. ആ ദൗത്യങ്ങളൊക്കെ തന്നെ അതാത് കാലഘട്ടങ്ങളിൽ നമ്മുടെ നേതാക്കന്മാരുടെ വിഹിതത്തിനനുസരിച്ച് അവരുടെ ഹിതം മനസ്സിലാക്കി പാർട്ടിയുടെ അന്തസ്സിനും അതുപോലെ തന്നെ അഭിമാനത്തിനും ക്ഷതം തട്ടാത്ത രീതിയിൽ കൊണ്ടു നടക്കാൻ എനിക്ക് കഴിഞ്ഞത് നിങ്ങൾ എനിക്ക് തന്ന ഒരു മേൽവിലാസത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാനൊന്നുമല്ല, ഇവിടെ ഇല്ല അല്ലെങ്കിൽ അംഗീകാരമില്ല എന്നുണ്ടെങ്കിൽ, അപ്പോൾ അങ്ങനെ ഒരു പ്രവർത്തന ശൈലിയിലൂടെ എന്നെ ആദ്യം തന്നെ ആ രീതിയിൽ നിങ്ങൾ അവരോധിച്ചത് കൊണ്ട് ആ രീതിയിലായിരുന്നു എൻ്റെ പ്രവർത്തനത്തിൻ്റെ ഏറിയ പങ്കും ഞാൻ നിർവഹിച്ചിട്ടുള്ളത്. അപ്പോൾ തിരുവനന്തപുരത്താണെങ്കിലും ശരി, അത് കഴിഞ്ഞിട്ട് പിന്നീട് വേറെ സ്ഥലങ്ങളിലേക്ക് എനിക്ക് കിട്ടിയാലും ഭരണപക്ഷത്താണെങ്കിലും പ്രതിപക്ഷത്താണെങ്കിലും ഒക്കെ പ്രവർത്തിക്കാനുള്ളൊരു അവസരം എനിക്ക് കിട്ടിയതുകൊണ്ടാണ് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ UDF-ലെ ഘടകകക്ഷികളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി എന്നുള്ള നിലക്ക് നമ്മുടെ പാർട്ടി അതിൻ്റെ കുതിപ്പിലും കിതപ്പിലും എന്ന് പറഞ്ഞാൽ പാർട്ടി നല്ല നിറവിൽ നിൽക്കുന്ന സമയത്തും ഞാൻ നമ്മുടെ നേതാക്കന്മാരുടെ കൂടെ ഉണ്ടായിട്ടുണ്ട്. ഇനി നമ്മുടെ പ്രധാനപ്പെട്ട എണ്ണം പറഞ്ഞ നേതാക്കന്മാരൊക്കെ ഒരിക്കൽ കൂടി നമ്മുടെ പാർട്ടിയുടെ മേൽവിലാസത്തിലും UDF-ന്റെ MLA-മാരും ഒക്കെ ആയി വരുമോ എന്ന് പലരും സംശയിച്ച് അവരെയൊക്കെ എഴുതി തള്ളിയ ഒരു കാലഘട്ടത്തിലും ആ നേതാക്കന്മാരുടെ കൂടെ അവരുടെ നിഴലായി ഞാൻ ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ ചിലപ്പോൾ അതേ രീതിയിൽ ഇനി അംഗീകരിക്കപ്പെടുമോ, മുമ്പുണ്ടായിരുന്ന രീതിയിലുള്ളൊരു സ്വീകാര്യത ആ നേതാക്കന്മാർക്കൊക്കെ ഇനി കേരള രാഷ്ട്രീയത്തിലും പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിലും കിട്ടുമോ എന്ന് നോക്കിയിട്ടല്ല. അതൊരു വളരെ തളർന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലും നമ്മുടെ നേതാക്കന്മാർ കൂടെ നിൽക്കാൻ പറഞ്ഞപ്പോൾ എൻ്റെ ജോലി ഒഴിവാക്കിയിട്ടാണെങ്കിലും നമ്മുടെ നേതാക്കന്മാരുടെ കൂടെ ഞാൻ നിന്നിട്ടുണ്ട്. അത് ഞാൻ നിൽക്കാനുള്ള കാരണം നിങ്ങൾ എനിക്ക് പറഞ്ഞു തന്ന, എന്നെ പഠിപ്പിച്ചു തന്ന, അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് തന്ന കലവറയില്ലാത്ത പിന്തുണയാണ്. ആ പിന്തുണയിൽ ഞാൻ നമ്മുടെ പാർട്ടിയുടെ കൂടെ നിന്നു, പാർട്ടിയുടെ നേതാക്കന്മാരുടെ കൂടെ നിന്നു. പാർട്ടിയുടെ നേതാക്കന്മാർക്കും പാർട്ടിക്കും ഒരു തളർച്ച വന്നപ്പോൾ ഞാൻ എൻ്റെ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളും അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള എൻ്റെ പ്രൊമോഷനും പുരോഗതിയും കണക്കാക്കി ഞാൻ മാറി നിൽക്കുക എന്ന് പറയുന്നത് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതുപര്യന്തമുള്ള നമ്മുടെ കാരണവന്മാരും ഒക്കെ പഠിപ്പിച്ചു തന്ന പാരമ്പര്യത്തിനെതിരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ കൂടെ നമുക്ക് നിൽക്കാൻ വേണ്ടി കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ നേതാക്കന്മാർ കരകയറി, നമ്മുടെ പാർട്ടി കരകയറി. MLA-മാരുടെ എണ്ണം എന്ന് പറയുന്നത് 20 MLA-മാരുണ്ടായിരുന്നിടത്ത് നിന്ന് 7ലേക്ക് നമ്മൾ ചുരുങ്ങി. നമ്മുടെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ തുകർത്തി തുന്നം പാടി എല്ലാവരും രാഷ്ട്രീയത്തിൽ നമ്മൾ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ഒക്കെ തന്നെ മുസ്ലിം ലീഗ് പാർട്ടിയെ എഴുതി തള്ളി ഇനി ഒരു പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് മുസ്ലിം ലീഗ് തിരിച്ചു വരില്ല എന്ന കാലഘട്ടത്തിലും ഞാൻ എൻ്റെ പാർട്ടിയുടെ അല്ലെങ്കിൽ താഴെക്കടയിലുള്ള നമ്മുടെ ഘടകത്തിൻ്റെയൊക്കെ ഒരു തീരുമാനപ്രകാരം ഞാൻ അപ്പോഴും തന്നെ നമ്മുടെ നേതാക്കന്മാരുടെ കൂടെ നിൽക്കാനേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. അവിടെ സാമ്പത്തികമായിട്ടുള്ള മുന്നേറ്റങ്ങളോ മറ്റുള്ള പരിഗണനകളോ എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടി ഞാൻ അനുവദിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും പാർട്ടിയുടെ മുന്നോട്ടുള്ള നല്ല ഒരു പുരോഗതി ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണെങ്കിലും ആ പുരോഗതി ഇല്ലാത്ത കാലഘട്ടത്തിലാണെങ്കിലും നേതാക്കന്മാരുടെ ചുവട് പിടിച്ച് നിന്നതുകൊണ്ട് പലപ്പോഴും ഈ താഴേക്കോട് രാഷ്ട്രീയത്തിലും മരുതല രാഷ്ട്രീയത്തിലും സജീവമായി ഒരാളെ എന്നുള്ള നിലക്ക് എന്നെ കാണാനോ അതല്ലെങ്കിൽ എൻ്റെ പ്രവർത്തനം ആ രീതിയിൽ വിലയിരുത്തപ്പെടാനോ നിങ്ങൾക്കാർക്കും അവസരം കിട്ടിയിട്ടില്ല. പക്ഷേ
ഞാൻ എവിടെയാണെങ്കിലും നന്മയുടെ ഒപ്പം ഞാൻ നിന്നിട്ടുണ്ട്. എൻ്റെ ഒരു അസാന്നിധ്യത്തിൽ ആണെങ്കിൽ പോലും അത് ആരെ ബന്ധപ്പെടാനാണെങ്കിലും ശരി, സംസ്ഥാന തലത്തിലാണെങ്കിലും അതിനപ്പുറത്തുള്ള വിഷയങ്ങളിലാണെങ്കിലും, ഇപ്പോൾ ഗൾഫിലുള്ള നമ്മുടെ സഹോദരന്മാരുടെ ഏതെങ്കിലും വിഷയങ്ങളിലാണെങ്കിലും ഒക്കെ തന്നെ എനിക്ക് എന്തൊക്കെ പരിഗണന കിട്ടിയിട്ടുണ്ടോ ആ പരിഗണനകളൊക്കെ എന്നെ ഏതെങ്കിലും ഒരു കാര്യത്തിന് ബന്ധപ്പെടുന്ന ആളുകൾക്ക് ഗുണകരമാവുന്ന രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ ഞാൻ അന്നും ഇന്നും ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിൻ്റെ ഗുണഫലം ഒരുപാട് ആളുകൾക്ക് കിട്ടിയിട്ടുണ്ട്, അതിപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ നടക്കുന്ന ചെറിയ ചെറിയ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും നമ്മുടെ മരുതല കേന്ദ്രീകരിച്ചിട്ടുള്ള സജീവ രാഷ്ട്രീയത്തിലും ചിലപ്പോൾ എന്നെ കണ്ടിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങളുടെ വെളിപ്പുറത്ത് ഞാൻ ഉണ്ടായിട്ടുണ്ട്. അത് ഇനിയും ഉണ്ടാകാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ എന്ന് മാത്രമാണ് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത്. ഈ ഒരു അംഗീകാരം അത് നമ്മുടെ മരുതലയ്ക്ക് കിട്ടിയ ഒരു അംഗീകാരമാണ്, താഴെക്കോട് പഞ്ചായത്തിന് കിട്ടിയ ഒരു അംഗീകാരമാണ്. അത് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഏറ്റെടുക്കാം. അത് ആ രീതിയിൽ തന്നെ അന്തസ്സോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലാഹു അതിൻ്റേതായിട്ടുള്ള എല്ലാ അർത്ഥത്തിലുമുള്ള സഹായവും തുണവും നമ്മുടെ എല്ലാവർക്കും നേതാക്കന്മാർക്കും നമുക്ക് ഉൾപ്പെടെയുള്ള ആൾക്കാർക്കൊക്കെ നൽകുമാറാകട്ടെ. ഇവിടെ അംസാജിയാണ് ഇന്നെ ഷാള് പകർത്തുന്നത്. അംസാജി എന്ന് പറയുമ്പോൾ നമ്മുടെ 2 തലമുറയിലെ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരെ അറിയുന്ന ആളാണ്. എന്ന് പറഞ്ഞാൽ CH മുഹമ്മദ് കോയ സാഹിബും അതുപോലെ തന്നെ നമ്മുടെ പൂർവികരായിട്ടുള്ള നേതാക്കന്മാർ പ്രസംഗിക്കാൻ വേണ്ടി വരുമ്പോൾ അവരെ പ്രസംഗം കേൾക്കാൻ വേണ്ടി ചൂട്ട് കത്തിച്ച് പെരിന്തൽമണ്ണയിലും മണ്ണാർക്കാടും കോഴിക്കോടും ഒക്കെ പോയിരുന്ന കൂട്ടത്തിൽപ്പെട്ട ആളുകൾ അധികം നമ്മുടെ കൂട്ടത്തിൽ ഇപ്പം ഇല്ല. ആ കൂട്ടത്തിലുള്ള ഒരേ ഒരു നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ നേതാവാണ് കളത്തിൽ അംസാജി എന്ന് പറയുന്നത്. ഇന്നത്തെ തലമുറയുടെ കൂടെയും അദ്ദേഹമുണ്ട്, അന്നത്തെ തലമുറയുടെ കൂടെയും അദ്ദേഹമുണ്ട്. അതിനുശേഷം ഇതിനിടയ്ക്ക് നടന്ന എല്ലാ സംഭവ വികാസങ്ങൾക്കും അദ്ദേഹം സാക്ഷിയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു അംസാജിയോടുള്ള ആളുകളൊക്കെ തന്നെ നിങ്ങൾ ഈ പരിപാടിയുടെ ഗൗരവം മനസ്സിലാക്കി ഇവിടെ വരികയും ഷാള് കൊടുപ്പിക്കാനും ഒക്കെ നിങ്ങൾ ഈ അവസരം ഒരുക്കിയതും അതുപോലെ തന്നെ അതിന് സമയം കണ്ടെത്തിയതിനൊക്കെ നിങ്ങളോടുള്ള നന്ദിയും അതുപോലെ തന്നെ കടപ്പാടും ഒക്കെ ഞാൻ പറയേണ്ടതില്ല. എന്നാലും സാന്ദർഭികമായി ഞാനത് പറയാൻ ബാധ്യത ആയിട്ടുള്ള ആളെ എന്നുള്ളതൊക്കെ ഞാൻ പറയുകയാണ്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ നമ്മുടെ 3-ാം തീയതി നടക്കാൻ പോകുന്ന CH സെൻ്ററിൻ്റെ ഉദ്ഘാടനം. അത് നമ്മുടെ ഒരു കഴിവിനും അതുപോലെ തന്നെ നമ്മുടെ അംഗീകാരത്തിനും കിട്ടിയ ആ ഒരു സ്ഥാനം നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തി 10 സെൻറ്റ് സ്ഥലം അത് പിന്നെ പാർട്ടി എനിക്ക് ആ ഒരു ദൗത്യം ഏൽപ്പിച്ച് തന്നതുകൊണ്ട് എന്നെ അതിനെ പ്രേരിപ്പിച്ചതും പ്രാപ്തനാക്കിയതും ഈ പറഞ്ഞ സ്വാധീനം തന്നെയാണ്. അല്ലാതെ മുസ്തഫ എന്താ 2-3 കോടി ഉറുപ്പിക ചെലവഴിച്ച് പെരിന്തൽമണ്ണ നഗരത്തിന്റെ പ്രധാനപ്പെട്ട സ്ഥലത്ത് ഒരു ജീവകാരുണ്യ സ്ഥാപനം നമ്മുടെ പാർട്ടി ഇതുവരെ ആഗ്രഹിച്ച കാര്യം നടക്കാതെ പോയത് ഇന്ന് നമുക്ക് സാധിച്ചു കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞത് അത് എനിക്ക് പാർട്ടി തന്നൊരു അംഗീകാരമാണ്. ആ പാർട്ടിയുടെ മേൽവിലാസത്തിൽ നമുക്ക് കഴിയാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് 10 സെൻറ്റ് സ്ഥലം കണ്ണായ സ്ഥലത്ത് ഒരാളുടെ കയ്യിൽ നിന്ന് നമുക്ക് സൗജന്യമായി കിട്ടി. അത് പോയി കാണാനും സംസാരിക്കാനും അതിന് നേതൃത്വം കൊടുക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ഇപ്പോൾ ഒരു കൊല്ലത്തിനുള്ളിൽ നമ്മൾ അതിൻ്റെ കെട്ടിടം പണി പൂർത്തിയാക്കി. ഏതാണ്ട് 15,000-ഓളം സ്ക്വയർ ഫീറ്റ്. അതാണ് അഫ്സലിവിടെ പറയുന്നത്. അതിൻ്റെ പെയിൻറ്റിംഗ് ആണെങ്കിലും ശരി, അതുമായി ബന്ധപ്പെട്ട മറ്റു വർക്കുകളൊക്കെ അഫ്സലിൻ്റെ നേതൃത്വത്തിലാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു 15,000-ഓളം വരുന്ന നമ്മുടെ ഒരു ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ കേന്ദ്ര ബിന്ദുവായി ഭാവിയിൽ പെരിന്തൽമണ്ണയിലാകാൻ വേണ്ടി പോകുന്ന ആ ഒരു ഹർമ്മ്യം നമ്മൾ നാടിന് സമർപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഒരു വക്താവായി അതിൻ്റെ ഒരു പ്രവർത്തകനായി മുന്നിൽ നിൽക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതല്ലെങ്കിൽ ഇവിടുത്തെ മരുതലിയിലുള്ള AK മുസ്തഫാക്ക കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പാർട്ടി എനിക്ക് കാലാകാലങ്ങളിലായി നൽകിയ ആ ഒരു അംഗീകാരം നമ്മുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരുമായിട്ടൊക്കെ കൂടി ചേർന്ന് പാർട്ടിയുടെ സഹായം ഉണ്ടായിട്ടുണ്ട്, പണപ്പിരിവിൽ സഹായിച്ചിട്ടുണ്ട്, വേറെ നിലക്ക് സഹായിച്ചിട്ടുണ്ട്. അതിൽ പഞ്ചായത്ത് കമ്മിറ്റിയുണ്ട്, വാർഡ് കമ്മിറ്റിയുണ്ട്, നിങ്ങൾ ഓരോരുത്തരും ഉണ്ട്. അതിൽ നിയോജകമണ്ഡലം കമ്മിറ്റി ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൂടെയുള്ള നമ്മുടെ എതിരാളികളാണെങ്കിൽ അവരും ഉണ്ട്. അതൊരു ജീവകാരുണ്യ പ്രവർത്തനമാണ്. അത് മുസ്ലിം ലീഗിൻ്റെ മേൽവിലാസത്തിൽ നടക്കുന്ന ഇടയത്തെ സ്ഥാപനമാണ് എന്നുള്ള നിലക്ക് അങ്ങനെയുള്ള ആൾക്കാർ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ നിമിത്തമാകാൻ വേണ്ടി എനിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈ മരുതലയിൽ നിന്ന് എനിക്ക് കാലങ്ങളായി കിട്ടിയ ഒരു അംഗീകാരമുണ്ട്. ആ അംഗീകാരത്തിൻ്റെ ബലത്തിലാണ്. അതല്ലെങ്കിൽ 100 പാലം കടക്കാനുള്ള ആത്മവിശ്വാസം എനിക്കുണ്ടാവില്ല. 100 പാലം കഴിഞ്ഞ് നമ്മുടെ താഴെക്കോട് അങ്ങാടി വിട്ട് പെരിന്തൽമണ്ണയും വിട്ട് നമ്മുടെ പ്രവർത്തന മേഖലയിലുള്ള സർവ്വകാര്യങ്ങളും നമുക്ക് അനുകൂലമാക്കി എടുക്കാൻ വേണ്ടി എനിക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇവിടുന്ന് കിട്ടുന്ന ആത്മവിശ്വാസമാണ്, ഇവിടുന്ന് കിട്ടുന്ന പ്രേരണയാണ്, ഇവിടുന്ന് കിട്ടുന്ന പ്രചോദനമാണ്. ആ പ്രചോദനവും അതുപോലെ തന്നെ പ്രേരണയും ഒക്കെ ഇപ്പോൾ നമ്മുടെ പിൻതലമുറക്ക് നമ്മൾ കൊടുക്കുന്നത് പോലെ, മുസ്തഫ മാഷിന് കൊടുക്കുന്നത് പോലെ, അഷ്റഫിന് കൊടുക്കുന്നത് പോലെ, ജാഫറിന് കൊടുക്കുന്നത് പോലെ
ഇനിയും MSFന്റെ കുട്ടികൾ ഇപ്പോൾ ഒരു MSFന്റെ നല്ലൊരു ബെൽറ്റ് ഇവിടെ വളരെ സജീവമായിട്ട് വന്നിരുന്നു. തുടർച്ചയായിട്ടുള്ള ഒരു ഫോളോ അപ്പിന്റെ കുറവ് കാരണം അവർ പതുക്കെ പിൻവാങ്ങി. അവരെയൊക്കെ നമുക്ക് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം. എന്നിട്ട് ഈ ഒരു ഒഴുക്ക് നിൽക്കാതെ ഇന്ന് ഞാനാണെങ്കിൽ നാളെ വേറൊരാൾ, അത് കഴിഞ്ഞാൽ വേറൊരാൾ എന്നുള്ള രൂപത്തിൽ നമുക്ക് നമ്മുടെ പാർട്ടിയുടെ മേൽവിലാസം ഇവിടെ നിലനിർത്തി കൊണ്ടുപോകാവുന്ന രൂപത്തിലുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. അതിന് MSFകാരെ തിരിച്ചു കൊണ്ടുവരണം. അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതിൽ MSFന്റെ നേതാക്കന്മാരായിട്ടുള്ള അൻസാറിൻ്റെയും ആഫീഫിൻ്റെയും രവിൻ്റെയൊക്കെ സഹായം നമ്മൾ തേടുകയാണ്. അതുണ്ടാകണം എന്നൊരിക്കൽ കൂടി നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട്, പ്രിയപ്പെട്ട കബീറിന് നമ്മൾ കൊടുത്ത ആദരവ് അത് ഈ പറഞ്ഞതുപോലെ ആളില്ലാതെ ഓടിയത് കൊണ്ട് ഓന് കിട്ടിയതല്ല. ഓൻ അത്യാവശ്യം നല്ലോണം ഓടിയിട്ടുണ്ട്. ആ ഓടിയിട്ട് കിട്ടിയ ഒരു അംഗീകാരമാണ് ഇപ്പോൾ ബാംഗ്ലൂരിൽ പോയി അവിടെ പോയിട്ടൊരു മത്സരത്തിൽ കൂടി പങ്കെടുക്കാൻ വേണ്ടി കബീറിന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ചരിത്രത്തിലും അതുപോലെ തന്നെ നമ്മുടെ ഒരാളുടെ മനുഷ്യായുസിലും ഒക്കെ വളരെ അപൂർവമായിട്ട് കിട്ടുന്ന അവസരങ്ങളാണ്. ആ അവസരമാണ് ഇപ്പോൾ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്കും എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഞാൻ ഈ പറഞ്ഞ മേഖലകളിലൊക്കെ പോയപ്പോഴും ഒരു ജനപ്രതിനിധി ആകണം, ഒരു സ്വന്തം നിലയ്ക്ക് ഒരു പഞ്ചായത്ത് മെമ്പറെങ്കിലും ആകണം എന്നൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു. കാരണം ഞാൻ ഈ പറഞ്ഞതുപോലെയുള്ള നമ്മുടെ നേതാക്കന്മാരുടെയൊക്കെ നിഴലായി നടന്നപ്പോഴും തന്നെ മനസ്സിൽ കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു ആഗ്രഹമായിരുന്നു. ആ ആഗ്രഹവും നിങ്ങൾ നടപ്പാക്കി തന്നു. ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ഞാൻ മത്സരിക്കുന്നു. ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട റഷീദ് മാഷിൻ്റെയൊക്കെ സഹായത്തോടു കൂടി അരക്കോറമ്പിൽ നിന്ന് മോശമില്ലാത്ത രീതിയിലുള്ള ഒരു മാർജിനിൽ ഞാൻ ജയിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് നമ്മുടെ കഴിവ് തെളിയിക്കാനും എൻ്റെ മുന്നിൽ വന്ന വിഭവങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി പ്രവീണയെ പോലെയുള്ള ആൾക്കാരുടെ അങ്ങേയറ്റത്തെ സഹകരണം കൊണ്ട്, പ്രവീണ പറഞ്ഞില്ല എന്നെ പോലെയുള്ള ഒരാളുടെ കൂടെ പ്രസിഡന്റായിട്ടുള്ള ഒരു ഭരണസമിതിയിൽ അംഗമാകാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞതിന് വലിയ അഭിമാനമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനായത് മരുതലക്കാർ എന്നോട് സഹകരിച്ചതുകൊണ്ടും എന്നോട് സ്നേഹം കാണിച്ചത് കൊണ്ടാണ് എന്ന് ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിൽ കാര്യമായ എന്തെങ്കിലും ഒരു അംഗീകാരവും നേട്ടവും വികസനവും ക്ഷേമ പ്രവർത്തനങ്ങളും നടത്താൻ എന്നെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ അവരെ പോലെയുള്ള അന്തസ്സുള്ള നല്ല ഭരണകർത്താക്കൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായതുകൊണ്ടാണ്. നല്ല വെടുപ്പും വൃത്തിയുമുള്ള അച്ചടക്കത്തോടു കൂടി കാര്യങ്ങൾ നോക്കിക്കാണാനും നാട്ടിലെ ജനങ്ങളുടെ ക്ഷേമവും അവരുടെ ഹിതവും മനസ്സിലാക്കി പ്രവർത്തിക്കാനും ഒക്കെ കഴിയുന്ന നല്ല മനസ്സുള്ള ഒരു 10-16 ആളുകളെ ഭാഗ്യവശാൽ എനിക്ക് സഹപ്രവർത്തകരായിട്ട് കിട്ടി. അതിലൊരാളാണ് പ്രബീന ഹബീബ്, നമ്മുടെ താഴെക്കോട് ഡിവിഷനിലെ ഒരു മെമ്പർ എന്ന് പറയുന്നത്. അവർക്കൊക്കെ നല്ല പരിചയ സമ്പത്തുണ്ട്. ആ പരിചയ സമ്പത്ത് എൻ്റെ ഒരു പരിചയം കൂടി കൂട്ടി കലർത്തി ഞങ്ങൾ പ്രവർത്തിച്ചപ്പോൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള പല കാര്യങ്ങളും പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കെയർ ഓഫിൽ കൊണ്ടുവരാൻ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് പറഞ്ഞു പോയത് ഇവിടെ നിന്നായതുകൊണ്ടാണ്. ഒരുപക്ഷെ ഇങ്ങനെ ഒരു ചടങ്ങിൽ ഞാൻ വേറെ എവിടെയെങ്കിലും നിന്ന് പറയുകയാണെങ്കിൽ ഇത്രയധികം ഒന്നും പറയില്ല. കാരണം എന്താ വെച്ചാൽ എനിക്ക് ഈ സാഹചര്യങ്ങളും സഹായങ്ങളും ഒക്കെ ചെയ്തു തന്ന എൻ്റെ കാരണവന്മാരോടും എൻ്റെ നാടിനോടും ഞാൻ നിങ്ങളുടെ അന്തസ്സിനും അതുപോലെ തന്നെ അഭിമാനത്തിനും ഹിതകരമായ രീതിയിൽ മാത്രമേ ഇക്കാലം വരെ പ്രവർത്തിച്ചിട്ടുള്ളൂ. ഞാൻ കാരണം മേലിലും പടച്ച തമ്പുരാൻ്റെ തൗഫീഖോട് കൂടി നമുക്കൊരു മോശപ്പെട്ട ഒരു പേരിനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലുള്ള ഒരു കാര്യത്തിനോ അവസരം കൊടുക്കാത്ത രൂപത്തിൽ ഞാൻ പ്രവർത്തിക്കും. ഈ ഒരു സ്ഥാനവും തന്നെ ആ രീതിയിൽ നമുക്ക് പാർട്ടിക്ക് വേണ്ടിയും നാടിനു വേണ്ടിയും നാട്ടുകാർക്ക് വേണ്ടിയും ഒക്കെ പ്രവർത്തിക്കാനുള്ള ഒരവസരമായി മാറ്റാൻ നമുക്ക് കഴിയുമാറാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നിങ്ങളെല്ലാവരും ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ വൈകുന്നേരം നേരത്തെ എത്തുകയും ഈ സമയം വരെ ഇരിക്കുകയും ഒക്കെ ചെയ്തു. അതിന് പുറമെ നമ്മുടെ പഞ്ചായത്ത് നേതാക്കന്മാരായിട്ടുള്ള റഷീദ് മാഷും അതുപോലെ നമ്മുടെ അഫ്സലും വാർഡ് നേതാക്കന്മാരും നിയോജകമണ്ഡല നേതാക്കന്മാരും എല്ലാവരും ഇവിടെ ഇരുന്ന് തന്നു എന്നുള്ളത് തന്നെ പഞ്ചായത്തിലെ മറ്റ് ഭാരവാഹികൾ സെയ്ദിനെ പോലെയുള്ള ആൾക്കാർ, SQവിൻ്റെ നേതാവ് പ്രിയപ്പെട്ട അഷ്റഫ്, അവരൊക്കെ ഇത്രയും നേരം ഇവിടെ ഇരുന്നു. സെയ്ദ് മാഷ് എന്ന് പറയുന്നത് വളരെ ചിട്ടയോടുകൂടി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. നമ്മുടെ ബാങ്കിൻ്റെ പ്രസിഡന്റ്. എല്ലാ കാര്യത്തിലും ഒരു കണിശതയുണ്ട്. ആ പെരുമാറ്റം പോലെ, ആ ശരീരഭാഷ പോലെ അവരൊക്കെ ഇന്ന് മരുതലയിൽ ഈ ഒരു പീഡിയക്കോലായ്മ വന്നിരുന്നിട്ടുണ്ടെങ്കിൽ അത് എന്നോടുകൂടി കാണിക്കുന്ന ഒരു പ്രതിപത്തിയാണ് എന്നുള്ളത് ഞാൻ മുഖവിലേക്കെടുക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങളോട് എല്ലാവരോടുമുള്ള നിസ്സീമമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.